മാഷിന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. കൺമുന്നിൽ നിൽക്കുന്നവളെ ആദ്യമായി കാണുന്നത് പോലെ അരുൺ നോക്കിക്കണ്ടു. അതുപോലെ തന്നെ അരുണിന്റെ നോട്ടത്തിൽ കാര്യം മനസ്സിലാവാതെ അഞ്ജു, ഇങ്ങനെ നോക്കലടി പെണ്ണെ, അല്ലെങ്കിൽ നിന്റെ കവിളും ചുണ്ടും കണ്ടിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവളിലേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് അവൻ പറയുമ്പോൾ അവളിൽ ചിരി മുട്ടിട്ടു. എന്താ മോൻ്റെ ഉദ്ദേശം? രണ്ട് പിള്ളേരെ അച്ഛനായിട്ടും റൊമാൻസിനൊരു കുറവുമില്ല. എന്തേ, കുറച്ച് കുറക്കണോ? കണ്ണിലേക്ക് നോക്കി കളിയാലുള്ള ചോദ്യം. ഇത്തവണ അഞ്ചൊന്ന് പതുങ്ങി. അറിഞ്ഞിട്ടൊന്ന് മാറിക്കേ, ഞാൻ ആൻവിമോൾ അവിടെ ആക്കിയിട്ടാണ് വന്നത്. ഉടുപ്പി പതിഞ്ഞ അരുണിൻ്റെ കൈയും കണ്ണെടുക്കാതെയുള്ള നോട്ടവും തന്നെ അഞ്ജുനൊന്ന് കുതിരി പറഞ്ഞു. ഞാൻ നോക്കി പോകുന്നതല്ലേ, എല്ലാവരും അവരുടേതായ തിരക്കിലാണ്. നിന്റെ ജുബിയൊക്കെ ഇപ്പോഴും റാഷിയുടെ അടുത്താ. അതെങ്ങനെ അരുണേട്ടനറിയാം? അഞ്ചു വാപ്പൊത്തി ചിരിയോടെ ചോദിക്കേണ്ട താമസം. അരുൺ അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. കിട്ടിയ പ്രണയമധുരത്തിൽ വിരിഞ്ഞ ചുണ്ടുകൾ എന്തെങ്കിലും തിരിച്ചു മൊഴി മുന്നേ അരുണിൻ്റെ ചുമനം അവളേക്ക് പതിച്ചിരുന്നു. അഞ്ചൊന്ന് കുളിർത്തുകൊണ്ട് അരുണിൻ്റെ തോളിലെ പിടിമുറുക്കിയ സമയം അരുൺ അവളെ ഉടുപ്പിലൂടെ കൈച്ചുറ്റി എടുത്തുയർത്തിയിരുന്നു. ഇരു ചുണ്ടും കൂടി നുനഞ്ഞുകൊണ്ടുള്ള ദീർഘമായ ചുംബനം അതിനാദ്യ പ്രണയ ചുംബനത്തിൻ്റെ പോലെ തന്നെയുള്ള ലഹരിയാണെന്ന് ഇരുവർക്കും തോന്നി. പരസ്പരം രുചി കൈമാറി പ്രണയമധുരം കൈമാറി ഇരുവരും അവരുടെ പ്രണയ നിമിഷങ്ങൾ തുടർന്നു. എൻ്റെ കൊച്ചേ, ഇതെല്ലാം കൂടി നിന്റെ വയറ്റിലോട്ട് പോകുമോ? ഭക്ഷണം കഴിക്കാൻ നേരം തനിക്കുള്ളത് പ്ലേറ്റ് എടുത്ത് തീങ്ങിയിരുന്ന ആശയോടായി ജുബി ചോദിച്ചു. എല്ലാവരും എടുത്തതുപോലെ അവനും എടുത്തിട്ടുണ്ട്. ജുബി അതിൽ നിന്ന് കുറച്ച് വാരിയെടുക്കാൻ ട്രൈ ചെയ്തെങ്കിലും നടന്നില്ലെന്ന് മാത്രമല്ല, ധ്രുവ കയറി ജുബിയുടെ കയ്യിൽ ഒരു കടിയും വെച്ചു കൊടുത്തു. അതോടെ ജുബി അടങ്ങി. ഇവനിങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ. കിട്ടിയ കടിയേക്കാൾ വേദനയായിരുന്നു ജുബിക്ക് അവളുടെ പ്ലേറ്റിൽ കയറ്റി വരുന്ന ആശയെ കണ്ടപ്പോൾ. കിട്ടിയ ലെഗ് പീസ് കുത്തി വക വയ്ക്കാതെ ഉന്തി കയറ്റുന്നവനെല്ലാവരും ചിരിയോടെ നോക്കിക്കണ്ടു. ധ്രുവ അവൻ്റെ ബ്രദേഴ്സിനെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അഞ്ചുമാരോടും പരസ്പരം കൈക്കോർത്ത് വരുന്നത് കണ്ടപ്പോഴാണ് അവനോട് നോട്ടം മാറ്റിയത്. ആൻവിമോളെ വിനോദ് വന്ന് ഉറക്കാൻ കൊണ്ടുപോയതും അരുണും അഞ്ചും കഴിക്കാനിരുന്നു. പ്ലേറ്റ് എടുത്ത് അഞ്ജുവിന് വിളമ്പി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് കഴിക്കാനൊരുങ്ങിയ ജൂബി വായും പൊളിച്ച് അടുത്തിരിക്കുന്ന റാഷിയെ നോക്കി. അവനോട് അവൻ്റെ കൊച്ചിനോട് എന്തൊക്കെയോ കളിയിലുള്ള സംസാരത്തിലാണ്. ജൂബി ചുണ്ടും തെറിഞ്ഞ് ചുറ്റും നോക്കി. ഒരുത്തിയോട് അമേരിക്കയിൽ പോയ ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്ത് ഫുഡ് കഴിക്കുന്ന വിക്കിക്ക് വലിയൊരു പ്രോഗ്രാം കിട്ടിപ്പോയതായിരുന്നു. ആദ്യവിനവും പിന്നെ വരാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള സംസാരം. വീടിൻ്റെ ഉമ്മറത്തുണ്ട് പൊടിയും കിരീണും എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഇവിടെ ഈ ഞാൻ മാത്രം. നോട്ടം വീണ്ടും അഞ്ചുവിലും അരുളിലായി എത്തിയതും എരിഞ്ഞു കയറിയ ജുബി റാഷിയുടെ കാലിൽ നോക്കിയൊരു ചവിട്ട് വെച്ചു കൊടുത്തു. എന്നാൽ വെച്ച കാൽ മാറ്റിയ റാഷിയുടെ കാലിൽ സ്ഥാനത്ത് അരുൺ കാല് വെക്കിയ കൊണ്ടയാൾ മാറിപ്പോയി. പെട്ടെന്ന് കിട്ടിയ ചവിട്ടിൽ അരുൺ എഴുന്നേടത്തുനിന്ന് അലറി എണീറ്റു. കിട്ടിയ അരുണും കൊടുത്ത ജുബിയാകെ കിളി പോയി നിൽക്കുന്ന അടുത്തുള്ള റാഷിക്ക് മനസ്സിലായി അരുൺ പറഞ്ഞ ചവിട്ട് വന്ന വഴി. അടുത്തുള്ളതിന് ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ ഉറപ്പായി അത് അവൾ തന്നെയാണെന്ന്. എല്ലാവരും കഴിഞ്ഞിട്ട് എണീറ്റ് പോയിട്ടും ജുബി മാത്രം എണീറ്റില്ല. വെറുതെ ഇങ്ങനെ ഓരോ സങ്കടവും മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ്. റാഷിക്കല്ലാതെ ആർക്ക് മനസ്സിലാവാനാണ് അവളെ? എല്ലാവരും അകത്തേക്ക് പോയപ്പോൾ തന്നെ റാഷി അവൾ അടുത്തേക്ക് ചെന്നു. ജുബി എണീക്ക്, കൈ കൈക്ക് വാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അടുത്തേക്ക് വന്ന് കൈ പിടിച്ച് എണീച്ചപ്പോൾ കണ്ടു അവൻ പറഞ്ഞപ്പോൾ തീക്കനൽ കണ്ണിൽ നിറച്ചൊരു നോട്ടവും നോക്കി ജുബി എണീറ്റ് പോയി. റാഷി അത് ചൂട് വിഴുങ്ങിപ്പോയി. എന്തായാലും എൻ്റെ പെണ്ണല്ലേ, രണ്ടെണ്ണം കിട്ടിയാലും അവളെ പിണക്കാൻ വയ്യ. പിന്നാലെ ചെന്ന് നോക്കിയപ്പോൾ റൂമിലേക്ക് പോകാനുള്ള പുറപ്പാട്. ചുറ്റും നോക്കി ആരും ഇല്ലെന്ന് കണ്ടതും ഒന്നുകൂടി അവളുടെ മടി കുട്ടി പിടിച്ച് അടുത്തുള്ള റൂമിലേക്ക് കയറ്റി. എന്താ ഒന്ന് പേടിച്ചു പോയി ജൂബി കനത്തിൽ ചോദിച്ചതും റാഷി അവളെ നോക്കി ഉമ്മ കൊടുക്കാൻ അണിഞ്ഞതും. അതെ അതെ, എന്താണ്? അതെ എന്താ? ശരിക്കും എന്താണ്? റൂം മാറിപ്പോയി സേട്ടാ. ഉമ്മ കൊടുക്കുന്ന റാഷി ചുറ്റിലൊന്ന് കേൾക്കെ ശബ്ദങ്ങൾ പകച്ച് വായനൊക്കെ ചേർത്തുപോയി. അയ്യേ, ഈ മനുഷ്യൻ നാണം കെടുത്തിച്ചു. ജൂബി അവൻ്റെ കൈ നോക്കി പിടിച്ചുകൊണ്ട് അവിടെ കട്ടിലിരിക്കുന്ന ഷിഫയെയും ബാക്കി എല്ലാ പെർത്തുകളെയും നോക്കി പുളിങ്ങ തിന്നൊരു എളിയും കൊടുത്ത് റാഷിയെ നോക്കി കണ്ണുരുട്ടി. വരുന്നു. അതോടെ ആയതും റാഷി സുശീൽ എന്തോ എന്ന ആക്ഷൻ വിട്ട് വന്നതിൽ തുറന്നു കണ്ട വഴി ഓടി. റാഷിയുടെ പോക്ക് കണ്ട എല്ലാവരും കിടന്ന് മറിഞ്ഞത് ചിരിക്കാൻ തുടങ്ങി, കൂടെ ചുബിയും. വൈകിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഒരുമിച്ച് പോകാമെന്ന്. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും കൊച്ചുങ്ങളെയും കൊണ്ട് കോളേജിൽ ഹാജറിട്ടു. എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ഉച്ചയായിരുന്നു. പിള്ളേർ വരുന്ന കുറച്ച് കുട്ടികൾ കൊണ്ടുപോയത് കൊണ്ട് അവർക്ക് ആ പണിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അരുണും ബാക്കിയുള്ളവരും വരുന്നതിന് മുന്നേ അഞ്ചും കൂടെ നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. എല്ലാവർക്കും ഓരോ ബിരിയാണി പോരെ? പൊടി കണക്കെടുപ്പെടുത്ത് ചോദിച്ചതും എല്ലാവരും സമ്മതിച്ചു. ഓർഡർ കൊടുത്ത് തിരിച്ചു വരുന്നിരുന്നപ്പോൾ തുടങ്ങിയതാണ് 5 പേര് സൻഡടിക്കാൻ. ലച്ചുവാണ് തുടങ്ങി വെച്ചത്. കോളേജിലേക്ക് ആദ്യമായി വന്ന ദിവസത്തെയും അവസ്ഥയും അഞ്ജുവിൻ്റെ കൂടെ കൂടിയതിൽ പിന്നെയുള്ള ദിവസങ്ങളും തുടങ്ങി. അവർ ആദ്യമുള്ള അടിപിടിയെല്ലാം പറഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാര്യം എല്ലാവരും ഓർത്തത്. ശേഷം കോളേജിൽ അടി, പിണക്കം, ചില പ്രണയ, സിദ്ധാർത്ഥിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി 5 പേരും ഓരോ തലക്കിൽ നിന്നും ഉണ്ടായത് പറയാൻ തുടങ്ങി. അന്നൊക്കെ അതൊരു ഭാരമല്ലെങ്കിലും പ്രശ്നമായി തോന്നിയെങ്കിലും അതൊക്കെ ഒരു തരം രസമായിരുന്നല്ലേ. പിന്നെ കണ്ട ബിൽഡിംഗ് കയറി ക്ലർ പെർഫോം മണപ്പിച്ച കഥ എൻ്റെ പൊന്നോ ഓർമ്മിപ്പിക്കല്ലേ. അത് നിൻ്റെ പൊട്ടത്തിനല്ലടി വിശേഷേ. അത് പിന്നെ വീര്യം ഒറിജിനലാണെന്നൊക്കെ അറിയാൻ. അത് കേട്ട് എല്ലാതും അവളെ കൈ കൂപ്പിയേ. എന്നാലും റോഷനൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ.
അല്പം ഉടായ്പാണെങ്കിലും സ്നേഹമുള്ള പയ്യനായിരുന്നു. പിന്നിൽ ആശയെ കണ്ടുവന്ന് റാഷിയെ കാണാതെ ജുബി റോഷനെക്കുറിച്ച് പറഞ്ഞതും റാഷി അവളെ പല്ലും കടിച്ച് നോക്കി. ഭാഗ്യമൊക്കെ ചിരി കടിച്ചു പിടിച്ച് നിന്നെങ്കിലും നിർത്താതെ അവൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കാണെ പൊടിക്ക് ചിരി കൺട്രോൾ ചെയ്യാനായില്ല. തിരിഞ്ഞു നോക്കിയ ജുബി അവിടെ നിൽക്കുന്ന റാഷിയെ കണ്ടൊന്ന് പ്ലിങ്ങേസിയെങ്കിലും ഇതൊക്കെ എന്തെന്ന നോട്ടത്തോടെ ആശി വാങ്ങി മടിയിലേക്ക് ഇരുത്തിച്ച് പൊതിഞ്ഞു പിടിച്ചു. കഴിഞ്ഞു നിന്റെ റോഷൻ പുരാണം. അമൻ വന്ന് ജുബിയുടെ തലക്കൊട്ടി കളിയാലെ ചോദിച്ചതും ജുബി അവനെ നോക്കി ചുണ്ടുകൊട്ടി പുച്ഛിച്ചു. റാഷി എന്തെങ്കിലും ചോദിക്കാൻ പോകുന്നത് മുന്നേ ജുബി കൊണ്ടുവന്ന ഫുഡ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവരുടെ ഫസ്റ്റ് ലവ് ഒന്നും ആയിരിക്കും അളിയ. അമൻ ഒന്ന് വെറുതെ ജുബിയെ ചൂടുകയറ്റാൻ കൊളുത്തി നോക്കി. അതെന്താ നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ? ഇട്ടത് ജുബിക്കാണെങ്കിലും അവരെ കൊണ്ടുവന്ന് സെൻറ്റി കുമാരിയും തൊട്ടാവാടി പെണ്ണുമായ ഷിഫ കണ്ണു നിറച്ച് ചോദിക്കേ അമൻ ശരിക്കും പെട്ടുപോയി. നിന്നെ അപ്പം ഇതുവരെ പറഞ്ഞത് അവളല്ലേ? അവളെ കണ്ടപ്പോൾ വിഷയം മാറ്റിയല്ലേ? ആണോ ഇക്ക? എൻ്റെ പൊന്നു മോളെ നിന്നെ അല്ല. പിന്നെ ഇവൾമാർ പറഞ്ഞത് ഞാൻ പെടില്ലേ? നീ എൻ്റെ മുത്തല്ലേ? അപ്പോൾ ആദ്യത്തെ പെണ്ണോ? അവളെ വെളിപ്പേരല്ലേ മുത്തു? കുടിച്ചുകൊണ്ട് നിന്ന വെള്ളം തുപ്പി അമ്മൻ ചിക്കൻ പീസ് കടിച്ച് നിന്നിട്ട് വയ്ക്കുന്ന മുതലിനെ ശരിക്കൊന്ന് നോക്കി. സത്യമാണോ ജുബി? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നീ തന്നെ ചോദിച്ചു നോക്ക്. ഞാനായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നില്ല. മൂക്ക് വലിച്ച് ഓടിപ്പോയവളെ അമ്മൻ വായും പൊളിച്ച് നോക്കി നിന്നുപോയി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടി പിശാശേ. ഇങ്ങോട്ട് വാ, ഞാൻ കയ്യും കെട്ടി നിൽക്കല്ലേ. അമ്മൻ റാഷ്യം നോക്കി കൈകൂപ്പി സമ്മതിച്ചുകൊണ്ട് അവളെ പിന്നാലെ ഓടി. കുഞ്ഞി പിശാശി. ആ ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയപ്പം ധ്രുവുണ്ട് ഒപ്പമുള്ള എല്ലാത്തിനും കൂടെ കിട്ടിയ പുതിയ വാക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നു. ജുബി മമ്മ ആണോ കുത്തിപ്പിശാശ്? അതേ, അക്കാക്ക വിളിച്ചല്ലോ. നല്ലതൊന്നും ഇവന്മാർ പഠിക്കുന്ന ലക്ഷണമൊന്നുമില്ല. അതെങ്ങനെ ഇതൊക്കെയല്ലേ കേൾക്കുന്നേ? അവസാനം ഇനി പിള്ളേരെ മൂന്നിനെ അങ്ങനെയൊന്നും പറയില്ലെന്ന് എല്ലാവരും കൂടെ സത്യമിട്ടു. എന്നാൽ ധ്രുവയുണ്ട് നിർത്തുന്നു. ക്യാൻറ്റീനിലേക്ക് വരുന്നവരോട് പോകുന്നവരോടെല്ലാം കുത്തിപ്പിശാസ് എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാണ്. പിന്നെ അരുണൊന്ന് എടുത്തപ്പോഴാണ് ചെക്കൻ അന്ന് അടങ്ങിയത്. കാറിൽ കയറിയതും തോളിൽ കിടന്ന ആൻവിമോൾ എണീറ്റു. പിന്നെ അവളെ വിശപ്പ് മാറ്റാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. അപ്പേക്കും ഷിഫയും അമ്മനും തോളിൽ കയറ്റുകൊണ്ട് കൊച്ചിനെയും കൊണ്ടെത്തി. എന്നാൽ നമുക്കെല്ലാവർക്കും കൂടെ പോയാലോ? ഇത്ര പെട്ടെന്നോ? ഞാനൊന്നുമില്ല, എനിക്കെൻ്റെ കോളേജ് മിസ് ചെയ്യും. സത്യം. പിന്നെ നിങ്ങളെയും. ആൻവിമോളെ നോക്കിക്കോ, ഇതാണ് അമ്മയുടെ അച്ഛൻ്റെതേ. പിന്നെ ഈ നിൽക്കുന്നവരുടെ എല്ലാം കോളേജ്. വിക്കി, ഇതാണ് ഞങ്ങളുടെ സ്വർഗം. ഞാനും എൻ്റെ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 1000 തവണ ആ കാലമൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നമുക്കിടയ്ക്കിടയ്ക്ക് തിരിച്ചു വരാന്നേ. ബിസിനസ്സിലിറങ്ങിയ ഞങ്ങളെ കാര്യം പറയണ്ട അല്ലേടാ. അമരൻ വടിയും ചെരിയുടെ ആശയെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും അരുൺ ആദ്യം അവരുടെ അടുത്തേക്ക് ചെന്ന് തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. മറ്റെന്തെങ്കിലും ആളുകളെ പോലെ ആണോടാ നമ്മൾ? ഒരേ കോളേജിലല്ലെങ്കിലും ഒപ്പം വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മളൊന്നും ഒന്നല്ലടാ. അല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ട് അസൂയപ്പെട്ടവരൊക്കെ വെറുതെ ആണെന്നാണോ? അത് നമ്മളെ കൊണ്ട് കണ്ടിട്ട് തന്നെയാണ്. വിക്കും കിരണം അവരെ 4 പേരുടെ സ്നേഹം പുഞ്ചിരിയോടെ നോക്കി കണ്ടു. ഹോ സൈൻഡി, ദേ പിള്ളേരെ, വളരുമ്പോൾ ഞങ്ങളെപ്പോലെ കട്ടൊക്കെ ഒരുമിച്ച് നിന്നോണേ കേട്ടല്ലോ. ഞങ്ങളെപ്പോലെ അല്ലേ ചക്കരെ? പോടുന്നേ. ഓക്കെ മമ്മ, ഡൺ. ഞങ്ങളും വരും കോളേജിലേക്ക് അല്ലടാ. ധ്രുവ അവൻ്റെ അനിയത്തികളോടായി ചോദിച്ചതും എല്ലാവരും തലയാട്ടി കാണിച്ചു. ഞങ്ങളൊന്ന് വളർന്നോട്ടെ, വലിയ പിള്ളേരായിട്ട് വേണം എനിക്ക് എല്ലാവരെയും ഇളക്കിടിക്കാൻ അല്ല പപ്പ? അതെ. കണ്ണുരിട്ട് നോക്കുന്ന അഞ്ജുവിനെ കാണെ അരുണൊന്ന് കഴുത്ത് വലിച്ച് നിരത്തുള്ള ധ്രുവയെ നോക്കി മിണ്ടല്ലടാന്ന് കാണിച്ചു. ജോബിമ എനിക്ക് സ്യൂഡ് വേണം, ഐസ്ക്രീമോ? ഒന്നിൻ്റെ കഴിഞ്ഞപ്പോൾ ഹാഷി. അതിലൂടെ ഏതോ ഒരുത്തി ഐസ് തിന്ന് പോകുന്നത് കണ്ട് ആശി തുടങ്ങി ഐസ്ക്രീം ചോദിച്ച് പറഞ്ഞുകൊണ്ട് കരച്ചിലാകുമെന്നായതും പൊടി വാങ്ങാൻ പോയി. അതോടെ ബാക്കിയെല്ലാതും അച്ഛൻ്റെ അമ്മമാരെ മേൽ തൂങ്ങാൻ തുടങ്ങി. അങ്ങനെ അടുത്ത അലറി വിളിക്ക് മുന്നേ ഓരോ ഐസ്ക്രീം വാങ്ങി എല്ലാവരും വേഗം അവരെ ട്രോഫികളെയും കൊണ്ട് ബൈക്കിലും കാറിലും കയറി. എല്ലാവരുടെ യാത്ര ചോദിച്ചു. ഇനി കുഞ്ഞിനോട് പറഞ്ഞതും അയാൻ മോൻ എല്ലാവർക്കും കൈ കാട്ടി കൊടുത്തു. അഞ്ജു, അരുൺ, ആൻവിമോളും പിന്നെ ധ്രുവയും ആദ്യം തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. പിന്നെ അടിപിടി ബഹളമായി ജുബിയും റാഷിയും ആഷിയും വിട്ടു. അവരുടെ സ്നേഹം കണ്ട് വളർന്ന ആഷിക്ക് എന്നും ജുബിയും റാഷിയുമാണ് ബെസ്റ്റ്. എത്ര കടികൂടിയാലും അവരെ പോലെ പരസ്പരം സ്നേഹിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ. അവരുടെ ശരീരവും ഒരു മനസ്സുമാണ്. പിന്നെ ചില സമയത്ത് ജുബി അത് മറക്കുന്നെന്ന് മാത്രം. അങ്ങനെ എല്ലാവരും കോളേജിനോട് അവരുടെ ഒരു പിടി നല്ല ഓർമ്മകളോട് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പുതിയൊരു യാത്ര തുടങ്ങി. അഞ്ജു, അരുൺ, ആരും ഞങ്ങളെ മറക്കല്ലേ. അവർ മറന്നാലും എൻ്റെ കുഞ്ഞു പെണ്ണിനെ ഞാൻ മറക്കില്ല, പോരെ? അയ്യടാ. ചുവന്ന കവിൾ തടം മറിച്ചുകൊണ്ട് അഞ്ജു മുഖം തിരിക്കെ അരുൺ അവളെ താടിത്തുമ്പിൽ പിടിച്ച് അടുപ്പിച്ചുകൊണ്ട് ആ കവിളിൽ അമർത്തി ചുംബിച്ചു. എനിച്ചു വേണം ഉമ്മ. മുന്നോട്ട് വന്നുകൊണ്ട് ധ്രുവ അവൻ്റെ കുഞ്ഞിക്കവിൾ നീട്ടി കാണിച്ചുകൊണ്ട് പറയവേ അരുൺ അഞ്ജുവും ചിരിയോട് അവൻ്റെ ഇരു കവിളിലും ചുണ്ടുകൾ ചേർത്തു. ശേഷം കുഞ്ഞ് ആൻവി രാജകുമാരിക്ക് കൊടുത്തൊരു മുത്തം. ധ്രുവയുടെയും ആൻവി മോളുടെയും വരവോടെ ജീവിതത്തിൽ പലതരം മാറ്റങ്ങൾ വന്നു എന്ന സംതൃപ്തിയോടെ പരസ്പരം അവർ പുതിയൊരു ജീവിതത്തിലേക്കായി യാത്രയായി. അവരുടെയോ മറ്റാരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതവരുടെ പുതിയ തുടക്കം മാത്രം. ശുഭം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണ് ക്ലൈമാക്സ് കഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ച ഈ മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണെന്ന ഈ സ്റ്റോറിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് 1000 നന്ദി. അപ്പോൾ ഇനിയും തുടർന്നുള്ള എല്ലാ കഥകൾക്കും നിങ്ങൾ സപ്പോർട്ട് തരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് ഞാൻ ഇവിടെ പറയുകയാണ്. ഇറ്റ്സ് മീ സെൽസ് സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.